നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടി. വിദേശികളുടെ വിസ നിരക്ക് വർദ്ധിപ്പിച്ച തൊഴിൽ മന്ത്രാലയം ഉത്തരവ് ജൂൺ 1 നടപ്പിലാക്കും. 8 വിഭാഗങ്ങളിലാണ് വിസ നിരക്ക് പുതുക്കിയിരിക്കുന്നത്. പുതിയ വിസയ്ക്കും വിസ പുതുക്കുമ്പോഴും ഇനി മുതൽ പുതുക്കിയ നിരക്കുകളാണ് ഈടാക്കുക. മുതിർന്ന അല്ലെങ്കിൽ സീനിയർ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് 2001 റിയാലാണ് തൊഴിൽ മന്ത്രാലയത്തിൽ അടയ്ക്കേണ്ടി വരുന്നത്. മിഡിൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ തസ്തികകളിൽ 1001 റിയാലാണ് പുതിയ നിരക്ക്. ടെക്നിക്കൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് തസ്തികകളിൽ വിസയ്ക്ക് 601 റിയാൽ ചിലവുകൾ വഹിക്കേണ്ടി വരും. 1 മുതൽ 3 വരെ വീട്ടുജോലിക്കാർക്ക് 141 റിയാലും 4 അതിനു മുകളിലോ വീട്ടുജോലിക്കാരുടെ വിസയ്ക്ക് 241 റിയാലുമാണ് വിസയുടെ നിരക്ക്. 3 വരെ കർഷകർക്ക് അല്ലെങ്കിൽ ഒട്ടക ബ്രീഡർക്ക് 201 റിയാലും 4 അതിനു മുകളിലോ 301 റിയാലും നിരക്ക് ഈടാക്കും. എന്നാൽ ഈ തസ്തികകളിൽ പെടാത്ത വിഭാഗങ്ങളിൽ വിസ നിരക്ക് 301 റിയാൽ തുടരും. തൊഴിലാളികളുടെ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും തൊഴിലുടമ മാറുന്നതിനും 5 റിയാൽ വീതം നൽകണം. സ്വദേശിവൽക്കരണത്തോടൊപ്പം വിസ നിരക്ക് വർധന കൂടി വരുന്നതോടെ പ്രവാസികൾക്ക് തിരിച്ചടിയാകും. പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിനും നിലവിലെ ജീവനക്കാരുടെ വിസ പുതുക്കുന്നതിനും അധിക തുക ചിലവഴിക്കേണ്ടി വരും. പ്രവാസികളെ സംബന്ധിച്ച് വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ് ഈ തീരുമാനം. അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ചതിനാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ രാജ്യത്ത് നിന്നുള്ള വിമാന സർവീസുകളാണ് ഒമാൻ നിർത്തലാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിലക്ക് തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. ഒമാൻ പൗരന്മാർ, ആരോഗ്യ പ്രവർത്തകർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. വിമാന വിലക്ക് എന്ന് നീങ്ങുമെന്ന് അറിയാത്തത് കൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസ് നടത്തിയിരുന്നു. ട്രാവൽ ഏജൻസികൾ സലാം എയറുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു സർവീസ് നടത്തിയത്. കേരളത്തിൽ നിന്നാണ് ചാർട്ടേഡ് വിമാനം ഒമാനിലെത്തിയത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിലക്ക് തുടരുന്ന സമയത്തിനുള്ളിൽ തന്നെ വിമാനങ്ങൾ എത്തിയിരുന്നു. ഒരുമിച്ച് വിമാനങ്ങൾ എത്തിയത് കാരണം PCR പരിശോധന കഴിയാൻ സമയമെടുത്തു. ഒരുപാട് സമയത്തിന് ശേഷമാണ് പലരും റൂമുകളിൽ എത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.